വേടൻ്റെ അറസ്റ്റുമായി നമുക്ക് സാമ്യം തോന്നുന്ന മറ്റൊരു സംഭവമാണ് ഈ അലൻ താഹയുടെ അറസ്റ്റ്. ഇന്നിപ്പോൾ സജിതാ മഠത്തിൽ അവരുടെ ബന്ധുവാണ്, അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ആ സെയിം ഇമോഷണൽ സെനാരിയോയിലാണ് കടന്നുപോയത്. വേടൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നോക്കുക, രണ്ടുപേരും ഈ വേടനും അലനും താഹയൊക്കെ ഏതാണ്ട് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള യുവാക്കളാണ്. ഈ അലൻ്റെയും താഹയുടെയും കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനമുണ്ട്. അന്ന് AV ജോർജാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ. UAPA ചാർത്തി കൊടുക്കുന്നു. UAPA ചാർത്തി കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ കോഴിക്കോട്ടുള്ള CPM നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ ഞങ്ങൾക്ക് അറിയാം, അവർ പാർട്ടിയിലുള്ള ആൾക്കാരാണ്, പാർട്ടി പ്രവർത്തകരാണ്, അവരെ ഞങ്ങൾക്ക് അറിയാം, അവർ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് കോഴിക്കോട്ടെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ ഉൾപ്പെടെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. നമുക്ക് പരിചയമുള്ള CPM-കാരായ ആളുകൾ പോലും ഇല്ല, സർക്കാർ അത് സമ്മതിക്കില്ല, പോലീസിൻ്റെ അതിക്രിയയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുവാണ്. പിറ്റേന്ന് മുഖ്യമന്ത്രി തന്നെ അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നു. അവിടെ ആ സമയമുണ്ട്. UAPA ചാർത്തി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നവരുള്ള സമയം എന്ന് പറയുന്നത് ഭരണകൂടത്തെ സംബന്ധിച്ച് പൾസ് അറിയാനുള്ള സമയമാണ്. സൊസൈറ്റി അതിനെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അലൻ്റെയും ത്വാഹയുടെയും കാര്യത്തിൽ അലനും ത്വാഹയും അങ്ങനെ പ്രശസ്തരായ രണ്ട് മനുഷ്യരല്ല, ഏതോ രണ്ട് യുവാക്കളാണ്. മറ്റൊരു കാര്യം, അലനും ത്വാഹയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി അവർ അനീതി നേരിട്ടാൽ പോലും പൊതുസമൂഹത്തിന് അവരുടെ മുമ്പിൽ, ഈ സർക്കാരിന് പൊതുസമൂഹത്തിന് മുമ്പിലൊക്കെയാണുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ മാവോയിസ്റ്റുകളാണെന്നുള്ളതാണ്. അപ്പോൾ മാവോയിസം എന്ന് പറയുന്നത് പുതിയ തലമുറയിൽ, അത് ഈ പറയുന്ന അലൻ്റെയും ത്വാഹയുടെയും തലമുറയിൽ അത്ര പോപ്പുലറായിട്ടുള്ള ഒരു ഐഡിയ അല്ല. അതൊരു 70കളുടെ വസന്തം എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറ അപഹസിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു കാര്യമാണ് മാവോയിസം നിലവിൽ. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിനിടയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് വേടൻ. ഇപ്പോൾ വേടനെ സംബന്ധിച്ച്, ഞാൻ വേടനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് MG ശ്രീകുമാർ പറയുന്നു. ഞാൻ കേട്ടിട്ടേ ഇല്ല, അങ്ങനെ സംഭവം ഒന്നും ഇവിടെ കേട്ടത് എന്ന് പറയുന്നു. MG ശ്രീകുമാർ അത് കേൾക്കാത്തതിൻ്റെ കാരണം MG ശ്രീകുമാർ ഡിസ്കണക്റ്റഡ് ആണ് പുതിയ തലമുറയിൽ നിന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ജനസംഖ്യയിൽ അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ, ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയിലധികം ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000-ന് ശേഷം ജനിച്ച യുവാക്കളാണ്. ഈ 2000-ന് ശേഷം ജനിച്ച യുവാക്കൾ ഏതാണ്ട് ജനസംഖ്യയുടെ പകുതിയോളം ആളുകളിൽ ബഹുഭൂരിഭാഗത്തിനും കണക്റ്റാവുന്ന, ബഹുഭൂരിഭാഗത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതധാരയാണ് റാപ്പ് എന്ന് പറയുന്നത്. ആ റാപ്പിനോട്, വേടൻ്റെ ഇതിനോട്, വേടൻ ഉന്നയിക്കുന്ന, റാപ്പിലൂടെ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തോട് പുതിയ തലമുറ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ താതാമ്യപ്പെടുന്നു എന്നുള്ള പൾസ് ഭരണകൂടത്തിന് ലഭിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, AK ശശീന്ദ്രൻ ഒരു ഉളുപ്പുമില്ലാതെ തലേദിവസം പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്നത്. AK ശശീന്ദ്രൻ എന്താ പറഞ്ഞത്? ശശീന്ദ്രൻ വേണമെങ്കിൽ പറയാം, വനംവകുപ്പ് പാലകർ ഇങ്ങനെയാണ് പറയുന്നത്, അത് പരിശോധിക്കണമെന്നാണ് പറയുന്നത് എന്ന് പറയാൻ പറ്റുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് സമ്മാനം കിട്ടിയതാണ്, ഈ കോടതിയിൽ പോയി തെളിയിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ആ പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഷയാണ്. അതായത് ഞങ്ങളിതാ വേടനെ കുരുക്കിയിരിക്കുന്നു, വേടനെ ഞങ്ങൾ കൂട്ടിലാക്കിയിരിക്കുന്നു, വേടൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളവരൊക്കെ ഞങ്ങളെ പിന്തുണച്ചോളൂ എന്നാണ് സർക്കാർ പറയുന്നത് ശശീന്ദ്രൻ്റെ വായിലൂടെ. അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നു. വേടനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു, 2 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ആ മജിസ്ട്രേറ്റ്. അതായത് എന്തെങ്കിലും ഒരു തെളിവുമില്ലാതെയാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കൊരു പുലിപ്പല്ല് കിട്ടി, ഇതാ അവരെ അങ്ങോട്ട് റിമാൻഡ് ചെയ്തേക്കും എന്നാണ് വനപാലകർ പറയുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് പരിശോധിക്കുമ്പോൾ ഇത് പുലിപ്പല്ലാണെന്ന് നിങ്ങളുടെ എന്താ തെളിവ്? ഏത് സാധനം കൺഫിസ്കേറ്റ് ചെയ്താൽ അത് ഇന്ന സാധനമാണെന്ന് അറിയിക്കാൻ ലാബ് ടെസ്റ്റ് നടത്തണ്ടേ, ശാസ്ത്രീയ പരിശോധന വേണ്ടേ? ഇതാ ഞങ്ങൾക്ക് പുലിപ്പല്ല് കിട്ടി, ഇവനെ അങ്ങ് റിമാൻഡ് ചെയ്ത് നോക്കും. പറ്റില്ല, മജിസ്ട്രേറ്റ് എന്താ, ഇത് 2 ദിവസം നിങ്ങൾ കൊണ്ടുപോയി തെളിവുണ്ടോയെന്ന് നോക്ക്. 2 ദിവസം കൊണ്ടുവന്ന് തെളിവെടുത്തു, വീണ്ടും കൊണ്ടുപോയി ചെല്ലുകയാണ്, എവിടെ തെളിവ്? ഇല്ല. അപ്പോൾ മജിസ്ട്രേറ്റ് ആ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നു, ഇത് പ്രഥമ ദൃഷ്ട്യാ ഒരു കേസല്ല, പ്രഥമ ദൃഷ്ട്യാ തന്നെ കേസില്ലാത്തൊരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. കാരണം ഈ കൊടുത്ത സാധനം പുലിപ്പല്ലാണ് എന്ന് പോലും ഉറപ്പില്ല, അത് പ്ലാസ്റ്റിക് ആണോ എന്ന് പോലും തെളിയിച്ചിട്ടില്ല. വനപാലകർ എങ്ങനെയാണ് അത് യഥാർത്ഥ പുലിപ്പല്ലാന്ന് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത്? എങ്ങനെയാണ് വേടൻ്റെ കഴുത്തിൽ ഒരു ലോക്കറ്റ് കിടക്കുന്നു, ഇത് യഥാർത്ഥ പുലിപ്പല്ലാണ്, ഇവനെ അറസ്റ്റ് ചെയ്താൽ എന്ന് അവരെങ്ങനെ തീരുമാനിക്കുന്നത്? ഒരു ശാസ്ത്രീയ പരിശോധനയും ഇല്ലാതെ ഇവർക്ക് മണത്ത് നോക്കി തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ? അല്ലെങ്കിൽ ഉരച്ചു നോക്കി, സ്വർണ്ണം പോലെ ഉരച്ചു നോക്കി തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ? അപ്പോൾ ഇത് കൃത്യമായൊരു ഗ്രാൻഡ് ഡിസൈനായിരുന്നു വേടനെ കൊടുക്കുക എന്നുള്ളത്. അവിടെ സർക്കാരിന് ചെറുതായിട്ടൊന്ന് പണിപാളി. അതായത് ജനങ്ങളുടെ പൾസ്, ഈ യുവാക്കൾ വേടനെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന കാര്യം കൃത്യമായി അറിയാനുള്ള ഒരു ഇൻ്റലിജൻസ് ഭരണകൂടത്തിനുണ്ടായില്ല. അത് ഇന്നലെ 2 ദിവസം കൊണ്ട് അവർക്ക് പൾസ് മനസ്സിലായപ്പോഴാണ് ശശീന്ദ്രൻ തിരിച്ചു പറയുന്നതും CPM സംസ്ഥാന സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് വേടന് വേണ്ടി അനുകൂലമായി വാദിക്കുന്നു. പക്ഷേ അതിനർത്ഥം പാർട്ടി ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരും പാർട്ടിയിലുള്ള മുഴുവൻ ആൾക്കാരും വേടനെതിരായിരുന്നു എന്നല്ല. വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ഉദാഹരണത്തിന് സച്ചിദാനന്ദൻ, സുനിൽ P. ഇളയിടം, ഗീവർഗീസ് മാർ കൂറിലോസ്, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ, ഇപ്പോൾ അശോകൻ ചെരുവിൽ, അങ്ങനെ ധാരാളം ആളുകൾ വേടന് ഒപ്പം നിന്ന് സംസാരിച്ചു. അപ്പോൾ വേടനൊപ്പം നിന്ന് സംസാരിക്കുമ്പോൾ മറ്റു ചിലർ അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അയാൾക്ക് പണ്ടൊരു മീറ്റു ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വേടനെതിരെ വരാൻ ചിലർ ശ്രമിച്ചു. ചില ഫെമിനിസ്റ്റുകൾ, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ചില ഫെമിനിസ്റ്റുകൾ വരെ ആ പണ്ടത്തെ മീറ്റു ഉണ്ടല്ലോ, ഈ മീറ്റുവിൽ അത് ഒരു
എന്താണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്ന കാര്യമല്ല. അദ്ദേഹത്തിന് മീറ്റ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റാണ്, ഞാൻ മാപ്പ് പറഞ്ഞു, ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതൊന്നും പറ്റുക, മാപ്പ് പറഞ്ഞാൽ പറ്റില്ല, അവൻ കുടിക്കേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ പേര് കൂടിയാണ് ജാതി. പക്ഷേ എന്തായാലും ഈ 2 ദിവസം കൊണ്ട് ഭരണകൂടത്തിന് അതിൻ്റെ പൾസ് മനസ്സിലായി. പണി പാളി എന്ന് പറഞ്ഞപ്പോൾ പ്ലേറ്റ് തിരിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനർത്ഥം നമ്മുടെ ഭരണകൂടവും പോലീസ് സേനയും വനപാലകരും എല്ലാം നാളെ മുതൽ നന്നായി എന്നല്ല. ഇതിപ്പോൾ വേടനായതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത കേസിൽ ഇതിൽ ഉറക്കെ സംസാരിച്ചാൽ മാത്രം ഒരുപക്ഷെ അൽനയും താഹയും പോലുള്ള അത്ര പ്രശസ്തരല്ലാത്ത ഒരാളാണ് നാളെ കുടുങ്ങുക എന്ന് വയ്ക്കുക. ആളുകൾ ഈ പൊതുസമൂഹത്തിൽ ഉറക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ റിലീവ്ഡ് ആയെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല.